മുന്നേ ഓടി പിടിച്ചേക്ക്. நான் காணல நான் உன்னை சுட்டேன், எதுக்காக சுட்டேன்னு சொல்லுங்க. செத்தும் முன்ன உன் குடும்பம் காரி துப்போம், பிள்ளைங்க சிக்னல்ல பிச்சு இருக்கும். ராத்திரி പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ വിജയണ്ണന്റെ തുപ്പാക്കി മൂവിയിലെ നെക്സ്റ്റ് സീനാണ്. നമ്മള് കഴിഞ്ഞ സീനിൽ ആ ഒരു ട്രാക്ക് മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ബോംബെയിലെ ഒരു ബോം ബ്ലാസ്റ്റ് സംഭവം, ഒരു പോക്കറ്റ് അടിക്കാരനെ പിടിക്കാൻ പോയതാണ്, പക്ഷേ കിട്ടിയത് ഒരു ഗംഭീര സംഭവമായിരുന്നു. അത് മാത്രമല്ല, അതിനുശേഷം അവർ ആ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന സമയത്ത് എന്തോ അടുത്ത സീനില് ഗുൽമർഗ് എന്ന സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ സീനിലോട്ട് പോകാം. എന്താണ് കാണിക്കാൻ പറ്റുന്നത് നോക്കാം അല്ലേ? റെഡി അല്ലേ? വെസ്റ്റേൺ ബോർഡർ ഓഫ് ഇന്ത്യ, നോർത്ത് വെസ്റ്റേൺ ഗുൽമർഗ്. ഇവന്റെ ടെററിസ്റ്റ് എന്തൊക്കെയോ അവിടെ അല്ല, അത് കാണിക്കുകയാണ്. ഓ എൻട്രി ഏകദേശം അല്ലെ? കാണിച്ചില്ലല്ലോ ഇത്രയായിട്ട്. മ്യൂസിക് ഗുൽമർഗ് ബോർഡറാണ്, അതെ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ് ഉദ്ദേശിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് പെർഫെക്റ്റ് കാസ്റ്റിംഗ്. മ്യൂസിക് ഉണ്ടോ? നോ ഡയലോഗ്സ്, മ്യൂസിക് അല്ലേ? പ്രൊസീഡ് വിത്ത് പ്ലാൻ, ആക്ടിവേറ്റ് പ്ലാൻ ബി. ഓ, പ്ലാൻ എ ആയിരുന്നു അതപ്പോ, പ്ലാൻ ബി ആണ് പറയുന്നത്. ജസ്റ്റ് അത് മാത്രം കാണിച്ചു കേട്ടോ. അതായത് ആ പ്ലാൻ പൊളിഞ്ഞില്ലേ, പിടിച്ചില്ലേ, ഇനിയിപ്പോ പ്ലാൻ ബി എന്തോ ആക്കാനാ പറയണത്. കംപ്ലീറ്റ്ലി പൊളിഞ്ഞു പറയാൻ പറ്റില്ല, അവര് ചെയ്ത് കുറച്ച്, പക്ഷെ മനസ്സിലായി ആളെ പിടിച്ച്. എല്ലാരും ഉണ്ടല്ലോ പോലീസ്. It's an unofficial duty, so stay in separate channel on the walkie, okay? என்னடா இந்த நேரத்துல இவங்க எல்லாம் கூட வர்க் பண்றவங்க ஆஃப் டியூட்டில இருக்காங்க. இன்னைக்கு நைட் மட்டும் உனக்கு இங்க காவலுக்கு இருப்பாங்க. நாளை காலையில நீ ஃபேமிலியோட தமிழ்நாட்டுக்கு போயிரு. ஓ, எதுக்குடா இதெல்லாம்? ஹாஸ்பிடல்ல இருந்து அவன் தப்பிச்சான். ஓ, என்னது? ஒரு டாக்டரையும் 2 போலீஸ் ஆபீசரையும் கொண்டு இருக்கான். தெரியல. சரி நீ போ, நீ தான் அவனை பிடிச்ச, ஒருவேளை அவனை தேடி வருவானான்னு ஒரு சின்ன சந்தேகம். அதான் இவங்க எல்லாம் இருக்காங்கல்ல, அப்போ பிச்சை சேனல். சரி நான் வரேன்டா. ഓ, പ്രൊട്ടക്ഷൻ. ആളെ എവിടുന്ന് രക്ഷപ്പെട്ടു. പണിയാണല്ലോ, അത് ആൾക്കാരെ കൊന്നിട്ടൊക്കെ പോയത്. വീട്ടിലെ ആൾക്കാരൊക്കെ ഇല്ലേ? മ്യൂസിക് ഉണ്ടോ? ചെറിയൊരു ഇമോഷനും വന്നല്ലോ അവിടെ. ഇനി ഇവളെവിടെയെങ്കിലും ഉണ്ടാവോ വീട്ടില്? ആര് ഒളിച്ചിരിപ്പുണ്ടാവും? ആ ഒരു മ്യൂസിക് അങ്ങനെ കാണിക്കുന്നു. ഒരു ക്ലാസിക്കും ഇല്ലേ ചെറുതായിട്ട് മ്യൂസിക്കില്? എന്തോ ഇരിക്കത്. എനിക്ക് തോന്നിയായിരുന്നു ആ ഒരു നോട്ടം കണ്ടപ്പോ. ആളവിടെ ഉണ്ട്, പിടിച്ചോണ്ടെന്ന് ഓൾറെഡി. ട്വിസ്റ്റ്.
ഓ ആള് രക്ഷപ്പെടാൻ നോക്കി കേട്ടോ. ഓ അപ്പോഴാണ് വേഗം ഇവിടെ നിന്ന് പോയത്. ആളാ മൊമെന്റിൽ പിടിച്ച്. എനിക്കൊന്ന് ഓൾറെഡി ചെയ്യണ്ടെന്ന് അറിയാം, അങ്ങനെ സാധ്യതയുണ്ട് മുങ്ങൻ അല്ലേ. മുന്നേ ഓടി പിടിച്ചോക്കെ ഓ പൊളിച്ച് ആ സീൻ കിടു സ്വാഗ് സ്വാഗ്. എല്ലാവരെയും കാണാണ്ട് കൊണ്ടോണ്ടേ. പൊളിച്ചട്ടോ, ഓടിപ്പോയി. അടിപൊളി. ഡോണിന്റെ കുറച്ച് അല്ലേ അല്ലേ, ഡോണിന്റെ മ്യൂസിക് സ്ലോ. അയ്യോ എന്തൊക്കെ എടുക്കുന്നുണ്ട്. പേടിപ്പിക്കാനായിരിക്കും ചിലപ്പോ. എന്താ എടുക്കേണ്ടത്, ഇങ്ങനെ ടൂൾസ് എടുത്ത് കളിക്കുന്നു. പവനായിനെ പോലെ മറ്റേ എല്ലാ ടൂൾസും കയ്യിലുണ്ട്. ദൈവമേ, ഞാൻ കാണൂല பஸ்ல இருந்த அந்த சின்ன ஸ்கூல் குழந்தை என்னடா பண்ணாங்க? കാണിച്ചില്ല, നമ്മളെ കാണിച്ചില്ല. അത് വേണം, നമ്മളെയും കാണിക്കല്ലേ, അത് വേണം, സംഭവത്തിന് വേണം. ഒന്നുമേ பார்க்கல, வெயிட் பண்ணு. எந்த கேள்வியும் கேட்காம ஏன் உன் விரல வெட்டினது தெரியுமா? இப்போ ஒரு கேள்வி கேட்கணும், அதுக்கு பதில் வரலன்னா என்ன நடக்கும்னு உனக்கு தெரியும். ഓ ഓരോന്നോരോന്നായിട്ടാ ചോദിക്കണേ. एक क्वेश्चन, एक ही सेकंड, जवाब दो, नहीं तो दूसरी उंगली भी जाएगी. ഓ Someone helped you at the hospital. Who was? അല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. സെക്യൂരിറ്റി ചീഫ്. അவ்வளவுதான். So simple. സെക്യൂരിറ്റി ചീഫോ? അവിടുത്തെ ഹോസ്പിറ്റലിലെ. അല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടും? അത്രയും പോലീസുകാരല്ലോ ഇവിടെ. ഇമ്പശേഖരൻ എന്താ പറയില്ല പേര്. ആളടുത്ത് ക്യാച്ച് ചെയ്യാൻ പോണല്ലോ. मैं हूँ. खाने दो। इस टाइम पे क्या कर रहा है? अरे तेरे से पूछ रहा हूँ क्या कर रहा है इधर? உன்கிட்ட கொஞ்சம் பேசணும், கொஞ்சம் மொட்டை மாடிக்கு வரியா? இந்த நேரத்துல என்னையா காலில் பேசு. ഓ പൊളി ഷോട്ട്. நீ தப்பிக்க விட்டுவன் இப்ப என் வீட்டுல தான் கெஸ்டா இருக்கான். சாரி, நான் யாருன்னு சொல்லல. என் பேர் ஜெகதீஷ், இந்தியன் ஆர்மி. ஆனா நான் அது மட்டும் இல்ல, DIA, டிஃபென்ஸ் இன்டெலிஜென்ஸ் ஏஜென்சில ஒன் ஆஃப் த ஸ்பெஷலிஸ்ட். ராணுவத்திலே சீக்ரெட் ஏஜென்ட். இது என் கூட ஒர்க் பண்றவங்க, என் ஃப்ரெண்ட்ஸ், என் ஃபேமிலிக்கே கூட இது தெரியாது. அப்படியே இதெல்லாம் உங்ககிட்ட சொன்ன யோசிக்கிறல்ல, நீ தான் உயிரோடு இருக்க போறது இல்லையே. நாங்க கேம்ப்ல இருக்கும்போது அந்த நாட்டுக்காரங்க எங்களை பார்த்து சுடுறதும், பதிலுக்கு நாங்க அவங்களை சுடுறதும் அப்பப்ப நடக்கும். ஒரு நாள் எங்க கேம்ப்ல செல்வராஜன் ஒருத்தன், நம்ம புதுக்கோட்டை பயன்தான், திடீர்னு காணோம். 7 நாள் எங்க தேடியும் கிடைக்கல. 8ஆவது நாள் கிடைச்சான். பாவம் அங்க கேம்ப்ல மாட்டிக்கிட்டான் போல.
அவனை 7 நாள் சித்திரவதை பண்ணி ഓ அவன் கண்ணு ரெண்டையும் நோண்டி ഓ இந்த பியர் பாட்டில் அதை கீழ் வழியா அமுக்கி ഓ முழுசா உள்ள அனுப்பிட்டு உடைச்சிருக்காங்க. അങ്ങനെയല്ല ഉണ്ടാവും നമ്മള് കുരുക്ഷേത്രത്തിലൊക്കെ பாடியை கொடுத்துட்டு வந்தோம். அவங்க அம்மா அழுகுறாங்க, அப்பா அடிச்சுக்கிறாரு, ഓ அக்கா தங்கச்சிங்க கதறாங்க. 14வது நாள் அவன் தம்பி வந்துட்டான்டா மிலிட்டரிக்கு. ഓ நீங்களே இங்க சந்தோஷமா வாழணும் தாண்டா நாங்க அங்க தினம் செத்துக்கிட்டு இருக்கோம். ഓഫ് അല്ലേ 14 ദിവസം ബ്രദർ തോക്ക് വെച്ചാണ്. இது லோக்கல் மேட் கான், இது என்னோட கான். ആ நான் உன்னை சுட்டா எதுக்காக சுட்டேன்னு சொல்லுங்க. செத்தும் உன்னை உன் குடும்பம் காரி துப்போம். ആ பிள்ளைங்க சிக்னல்ல பிச்சு இருக்கும். അതല്ലേ കാരണം கொண்டாடி ராத்திரி ரோட்ல ஓரமா நின்னுகிட்டு கை காட்டி கூப்பிடுவான். രാജ്യദ്രോഹി. இதுவே நீயே உன்னை சுட்டுக்கிட்டனா டியூட்டி பீரியட்ல சூசைட்னு உன் வீட்டுல ஒருத்தருக்கு வேலை கிடைக்கும். ആ பிஎஃப் பணம் வரும், பென்ஷன் மாசம் தவறாம வரும். நீயே முடிவு பண்ணிக்க. ഓ ഡിസിഷൻ. அந்த கன் ஏதாவது என் பக்கம் திரும்பிச்சு நான் உன்னை சுட்டுருவேன். അല്ലേ ഏതെങ്കിലും ഒന്ന് എടുത്താലും ചൂസ് ചെയ്യണം. ഏതെടുത്തത്? മറ്റേ കണ്ണു അതാകുമ്പോ സൂയിസൈഡ് അല്ലേ ശരിക്കും. അതാകുമ്പോ ഏകദേശം ഫാമിലിയിലെ ജോലി സംഭവങ്ങളൊക്കെ ഏകദേശം ബെനിഫിറ്റ് കിട്ടും. நீ பெரிய ஆபத்தை தொட்டுட்ட. ഓ വലിയ ട്രബിൾ ആണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അവിടെ. അവർക്ക് അറിയാൻ പറ്റുമല്ലോ. ആ ഓ പൊളിച്ചോട്ടോ സീൻ. പക്ഷെ അധികം മറ്റേ ഓവർ അടിയും പിടിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തീർത്തു സംഭവം. ഐ ആർമിയുടെ സംഭവം കാണിച്ചേട്ടാ അവിടെ. ട്രെയിനിങ് അത്രയും കഴിഞ്ഞിട്ടുള്ള ആളാന്നുള്ളത്. ഇന്റൻസ് ട്രെയിനിങ്. ആ അത് സ്പെഷ്യലിസ്റ്റ് ആണല്ലേ പറഞ്ഞത്. ആ ആ உங்க 2 பேருக்குமே முழுசா எதுவும் தெரியாதுன்னு எனக்கு தெரியும். ஓ सॉरी, मुझे पता है तुम दोनों को पूरी बात पता नहीं. ആ ഓ അവിടെ നിന്ന് സംഭവം കിട്ടിയിട്ടുണ്ട്. അല്ലേ? പക്ഷെ മറ്റേ മ്യൂസിക് കറക്റ്റ് ഡോണ്ട മ്യൂസിക് കേട്ടോ കുറച്ച്. അതന്നെ ഓ മറ്റേത് ആ കുറെ കുത്തുകള്. അടുത്ത ഇതുപോലെ അടുത്ത എവിടെയാണ് പ്ലാൻ എന്നായിരിക്കും ചിലപ്പോ. ആ ഡോട്ടിനെ ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടാൻ സാധ്യല്ലേ. പ്രോബ്ലം സോൾവ്. ആ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കേട്ടോ സീനിന്. ഓ അങ്ങനെയാണ് ഇനി. ഇനി ഓരോ സ്പോട്ടാണോ? ഇല്ല വരക്കാണ് ചെയ്യുന്നതല്ലോ. ഇനി മറ്റേ ഏതെങ്കിലും സ്ഥലമായിരിക്കും അടുത്ത പ്ലേസ്, ചിലപ്പോ സ്റ്റേറ്റ്. പക്ക ഇൻവെസ്റ്റിഗേഷൻ മോഡായിരുന്നു സിനിമ അല്ലേ? ഓ അവിടെ മാപ്പില് നോക്കുന്നു. ആ ഓ എവിടെ മാച്ച് ആവും നോക്കാം കേട്ടോ. നല്ല ഡിഫിക്കൽട്ട് അല്ലേ ആ ആ जुहू, बांद्रा, ബാൻഡ്ര मटुंगा, ധാരാവി. धारावी.
ആ ഓരോ സ്ഥലങ്ങളാണ്, സ്പോട്ടാണ്. മുംബൈ സിറ്റിയിലെ 12 അറ്റാക്ക്. ആ മെയിൻ അപ്പൊ മുംബൈ ആണ്. അവിടെ ലൊക്കേഷൻ ഓ 24th 27th. ഓ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ മറ്റേ ക്ലാസിക്കലാണ് കിടക്കുന്നുണ്ടോ, ഇമോഷണൽ ആയുണ്ട് ബിജിഎം. പക്ഷെ ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലിംഗ് സാധനം വരുന്നുണ്ടോ. മോഡിലോട്ട് ആ അതും കളർ ഷെയ്ഡിങ്ങും നല്ല രസമല്ലേ അവിടെ. സോൾവ് ആയി. ആ അതിന് ഇതുവരെയായിട്ട് നിർദ്ദേശമുള്ള ഒരു ഡയലോഗുകളും പറഞ്ഞില്ല കേട്ടോ. നേരത്തെയും കുറച്ചു നേരം കാണിച്ചിട്ട് നിർത്തിയായിരുന്നു. മ്യൂസിക് ഫുൾ ഹാരിസ് ജയരാജ് ആ കളിക്കാണ്. അത് പച്ച കളറിൽ മനസ്സിലാവുന്നില്ല. ഫിലിം മേക്കിംഗ് someone else shot him. Got him. ഓ ആർക്കോ കിട്ടീന്ന്. ഓക്കെ ആ ഒരു സീൻ കഴിഞ്ഞുണ്ടാവും. വേറെ എന്തൊരു സീൻ വരുന്നത് തുപ്പാക്കിയാണോ നമ്മള് കണ്ടോണ്ടിരിക്കണത് അല്ലേ? അതായത് ആദ്യം കണ്ട തുപ്പാക്കിയാണോ? അതായത് ഫസ്റ്റത്തെ ആ ഒരു ഇങ്ങനെ വന്നു, പിന്നെ സ്പെഷ്യലി ആ ഒരു ബസ്സിലെ സീൻ കഴിഞ്ഞിട്ട് ഫുള്ള് മാറ്റാണ്. നായികയുമില്ല, വേറെ ആരുമില്ല, തളപതി മാത്രം. അതും തളപതിയുടെ ഒരു രക്ഷയില്ലാത്ത സീന്. യൂഷ്വൽ തളപതി ഫോർമാറ്റ് അല്ല. അല്ല. അതായത് നമ്മളെ വിജയണ്ണനെ കാണിക്കുന്ന രീതി തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് മാത്രമല്ല എല്ലാ ഏരിയയും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതായത് എയർ മൃഗദോസ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ സിഗ്നേച്ചറും നല്ല രീതിയിൽ പതിപ്പിച്ചിട്ടുണ്ടല്ലോ ഓരോ സീനിലും. ആ ഓരോ ഷോട്ടും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഹാരിസ് ജയരാജിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് ഇങ്ങനെ ആ ഒരു നമ്മുടെ സീനില്ലേ കുറെ സ്ഥലത്ത് ബ്ലാങ്ക് ആവാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഫീൽ നല്ലോണം കിട്ടുന്നുണ്ട്. പക്ക ത്രില്ലിംഗ് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല സീൻ, ഒരു രക്ഷയില്ല. അതായത് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിദ്യുത് ജാവാലിന് ഇതുവരെയായിട്ട് ഒരു ഡയലോഗ് പോലും പറഞ്ഞതായിട്ട് നമ്മളെ കാണിച്ചിട്ടില്ല. ഫുൾ ടെക്സ്റ്റ് മെസ്സേജ് സംഭവങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്താ പറയാ, പക്ഷെ പുള്ളിക്കാരനെ കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് മാറും. ഒരുമാതിരി ഒരു വൈൽഡ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് അങ്ങോട്ട് പോകും. വൈൽഡ് സാല അങ്ങനത്തെ ഒരു വില്ലനായിരിക്കും ചിലപ്പോ. എന്തായാലും സംഭവം പൊളിച്ചടിക്കട്ടെ. ഇതുവരെ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തളപതിക്ക് മറ്റേ ഫോണൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ മെസ്സേജ് ഒക്കെ അയക്കുന്നത്. കാരണം എന്താ പറയാ, പ്ലാൻ ചേഞ്ച്, പ്ലാൻ ബി എന്നൊക്കെ പറയുന്നില്ലേ, ആ സംഭവം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല 27-ാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ കച്ചിത്തുരുമ്പ് പറയുന്ന ആ ഒരു ആൾ തന്നെയാണ്. അതായത് അയാളെ കിട്ടിയതാണ് ഈ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി കിട്ടി തുടങ്ങിയത്. പിന്നെ മറ്റേ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ആ ഒരു 2 ഗണ്ണ് വെച്ചിട്ട് ഏതാന്ന് എനിക്ക് ചൂസ് ചെയ്യാന്നുള്ള സംഭവം നല്ല രസമുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ എന്ന് പറയുന്ന ഒബിയസ്ലി അതേ അദ്ദേഹം ചൂസ് ചെയ്യുള്ളൂ. കാരണം എന്തായാലും ചാവും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഫാമിലിക്ക് എന്തെങ്കിലും ഗുണം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ചാവുക എന്തായാലും. പക്ഷെ അതിന് മുന്നേ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയൊരു ട്രാപ്പിലേക്കാണ് പോയിരിക്കുന്നത്, വലിയൊരു സംഭവമാണ്, അതായത് എന്താ പറയാ ഡേഞ്ചർ ആണെന്ന്, ബിഗ് ട്രബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാം. നെക്സ്റ്റ് സീനിൽ ചിലപ്പോൾ 27-ാം തീയതി നടക്കുന്ന എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് ചിലപ്പോൾ കാണിക്കുമായിരിക്കും. കാരണം ഓൾറെഡി അതിനുള്ള പ്ലാനൊക്കെ ചിലപ്പോൾ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നെക്സ്റ്റ് സീൻ ചെറിയ മൂഡ് മാറ്റം പോലെ ഉണ്ടായിരുന്നു. ആ ഒരു ബീറ്റ് കേട്ടില്ലേ, ഒരു മറ്റേ ഇതിന്റെയൊക്കെ ബാൻഡിന്റെ ഒക്കെ സൗണ്ടാണ് കേട്ടത്. അപ്പൊ എന്ത് സീനാന്നുള്ള അറിയില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല റിയാക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.